ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ സിനിമയൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിലൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു കാര്യമുണ്ടെങ്കിൽ അത് തന്നെ ഊതി വീർപ്പിച്ച് ബലൂൺ പോലെ ആക്കി പൊട്ടിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് ഈ ഒരു പുള്ളിക്കാരനുള്ളത്. അപ്പോൾ അത് ഇയാൾ ഇടുന്ന ഏത് വീഡിയോസുകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഇയാളുടെ ചാനലിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇയാളുടെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരിക്കും നട്ടാൽ കുരുക്കാത്ത പല കാര്യങ്ങളും ഇയാൾ വിളിച്ച് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ദിലീപും കാവ്യവുമായിട്ടുള്ള ആ ഒരു വിഷയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു വിഷയത്തിൽ പോലും ഇയാൾ പറയുന്ന ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എല്ലാം ഇയാൾ നേരിട്ട് പോയി കണ്ടോണ്ട് നിന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. കാര്യം ഏതൊരു കാര്യവും അയാൾ നോക്കിക്കാണുന്നത് അയാളുടെ ക്യാമറ കണ്ണിലൂടെയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ ആ ഒരു സംസാര ശൈലി എന്ന് പറഞ്ഞാൽ ഗുണത്തെക്കാളേറെ അയാൾക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. പിന്നെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ എന്തും ആരെക്കുറിച്ചും എങ്ങനെയും വിളിച്ച് പറയാം എന്നൊരു തോന്നൽ, ആ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ എന്തും ആരെക്കുറിച്ചും വിളിച്ച് പറയുന്ന ഈ പറയുന്ന ശാന്തിവിള ദിനേശൻ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ആ ഒരു വ്യക്തിയുടെ പേര് ചൂണ്ടിക്കാണിക്കാത്തത്? അതെന്തുകൊണ്ടാണ്? അപ്പോൾ അത് തന്നെയാണ് കാര്യം. ആരെക്കുറിച്ചാണോ ഇയാൾ പറഞ്ഞത് അത് ആ ഒരു വ്യക്തിക്ക് പിടികിട്ടി, അത്രേ ഉള്ളൂ.